കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകളെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് വർഗീയമായ വിദ്വേഷമായ പ്രചരണങ്ങളും പ്രസ്താവനകളും നടന്നുകൊണ്ടിരിക്കുന്നു. അതിനെ പിന്തുണക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ഇവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട കേരള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നയസമീപനങ്ങൾ ഉണ്ടാകുന്നു. വെള്ളാപ്പള്ളി വർഗീയം പറഞ്ഞതിന് ശേഷവും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. അങ്ങനെ പരിപാടികളിൽ പരസ്പരം വേദി പങ്കിടുന്നു. ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ നടത്തിയ പരിപാടിയിൽ കേരളത്തിൽ നടക്കുന്ന വർഗീയത പ്രശ്നങ്ങളും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം എല്ലാ കാലത്തും ഇടതുപക്ഷം നിർവഹിച്ചിരുന്നു എന്നുള്ള രീതിയിൽ പിണറായി വിജയന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. എന്നാൽ അതിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗം എന്നുള്ളത് വർഗീയത പറയുന്നവരെയും അതുപോലെ തന്നെ വിദ്വേഷം പറയുന്നവരെയും കൂടെ നിർത്തിയല്ല വർഗീയതയ്ക്കെതിരെ പ്രചരണം നടത്തേണ്ടതെന്നും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുമുള്ള മറുപടി പ്രസംഗം നടത്തുന്നു. പക്ഷേ വി.ഡി. സതീശൻ പ്രസംഗം നടത്തിയതിനു ശേഷം വി.ഡി. സതീശൻ പി.സി. ജോർജുമായും കേരളത്തിൽ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പി.സി. ജോർജുമായി കാണുമ്പോഴുണ്ടാകുന്ന സൗഹൃദങ്ങളുടെ ബന്ധപ്പെട്ട വീഡിയോകൾ വീണ്ടും പുറത്തു കൊണ്ടുവരുന്നു. അതിനു മുമ്പ് അദ്ദേഹം ഈ ഒരു ഭാരതീയ വിചാര കേന്ദ്രം ഇവരുടെ തന്നെ RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ സഹസംഘടനകൾ നടത്തിയ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് ദീപം തെളിയിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് BJPയുടെ നേതാക്കൾ അദ്ദേഹം ഞങ്ങളുടെയുമായി വേദി പങ്കിട്ട ആളും ഞങ്ങളുമായിട്ട് സഹകരിച്ച ആളുമാണ് എന്നുള്ള നിലപാട് പറയുന്നു. അതോടൊപ്പം തന്നെ സാജൻ സക്രിയുമായിട്ട് വി.ഡി. സതീശൻ നടത്തുന്ന ബന്ധവും സാജൻ സക്രിയുമായിട്ട്, അതായത് മറുനാടൻ മലയാളി എന്ന കേരളത്തിലെ ഏറ്റവും ഇത്തരം വിദ്വേഷ കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരു ചാനലും അതുപോലെ തന്നെ നിരവധി തവണ നിയമ നടപടികൾ നേരിട്ടിട്ട ആളായ സാജൻ സക്രിയയുടെ സ്ഥാപനത്തിൽ ചെല്ലുന്നതും സാജൻ സക്രിയയുമായിട്ട് അദ്ദേഹം പുലർത്തുന്ന സൗഹൃദവും വിഷയമാവുന്നു. ഈ രീതിയിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുമ്പോൾ രണ്ട് ഭാഗത്തും, അതായത് ഭരണം നടത്തുന്ന അല്ലെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയാവുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടവും CPMന്റെ നയസമീപനങ്ങളും അവർ പറയുന്നത് UDF അധികാരം കിട്ടിയാൽ അവർ ജമാഅത്ത് ഇസ്ലാമിയാണ് ഭരണം കൈകാര്യം ചെയ്യുക. അതിൻ്റെ അർത്ഥം വരുന്നത് ഇവിടെ മുസ്ലിങ്ങൾ ആധിപത്യം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ UDF ഭരണത്തിലേറിയാൽ ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആളുകൾ തങ്ങളുടെ പിന്നിൽ അണിനിരക്കണം എന്നുള്ള മെസ്സേജ് വരുന്ന രീതിയിലാണ് അവർ പ്രതികരിക്കുന്നത്. മറുഭാഗത്ത് അതിനെ ചെറുക്കാൻ എന്ന പേരിൽ ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ നടത്തുന്ന വർഗീയ പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടികളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും ഇവർ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് നിലപാട് പറയാൻ തയ്യാറാവുന്നില്ല. കാരണം എന്നുള്ളത് ഇത് ലീഗിനെ ലക്ഷ്യം വെച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഈ മുസ്ലിം ലീഗ് കോൺഗ്രസ് പക്ഷത്തുള്ളത് UDFന്റെ കൂടെയാണ് ഉള്ളത്. ആ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്. അങ്ങനെ മതരാഷ്ട്രവാദികൾ അധികാരത്തിലേറിക്കൊണ്ട് UDF സംവിധാനത്തെ ഒക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മേൽക്കോയ്മയുള്ള സംസ്ഥാനം ഉണ്ടാവുകയും അതുമൂലം ഹിന്ദുക്കൾ അപകടത്തിലാണെന്നുള്ള നിലയിലേക്കാണ് മറുഭാഗത്തുണ്ടാവുന്ന പ്രചരണം. ഇങ്ങനെ ഇരുഭാഗത്തും വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നമുക്കുണ്ടായ ഒരു കാഴ്ചകൾ എന്നുള്ളത് ഈ LDFനെയും അതുപോലെ തന്നെ SDPഐയൊക്കെ പരാജയപ്പെടുത്താൻ UDF പലയിടത്തും BJPയുമായിട്ട് സഹകരിക്കുകയും BJP വോട്ടുകൾ വാങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പല വാർഡുകളിലും ഇത് കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വശത്ത് ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുഭാഗത്തും BJPക്ക് വളക്കൂറുള്ള മണ്ണ് കേരളം ആക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വർഗീയ പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനോ അതിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ഭരണകൂടവും സർക്കാരും തയ്യാറാവുന്നില്ല. പ്രതിപക്ഷമാണെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഇതൊരു വർഗീയ പ്രസ്താവനയാണ്, ഇത് വിദ്വേഷ പ്രസ്താവനയാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇത് കൃത്യമായിട്ട് മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് ഇത് ജനാധിപത്യ കേരളം ഈ വിഷയത്തിൽ നിലനിൽക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അഭിപ്രായം പറയേണ്ടതുണ്ട് എന്നുള്ള നിലപാട് സ്വീകരിക്കാൻ പോലും കഴിയാതെ രണ്ട് പക്ഷത്തു നിന്നും ഒരു ഭാഗത്ത് CPMന്റെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. BJP
ഈ CPM-ന് പോയിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകളൊക്കെ ചോർത്തിയെടുക്കാൻ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊരു പരിധിവരെ അവർ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. CPM-ന് കിട്ടുന്ന ഹിന്ദു വോട്ടുകൾ എന്നുള്ളത് അതിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതിസന്ധി CPM അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി മറികടക്കാനാണ് നേരത്തെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി പോലെയുള്ള മൃദു ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് അത് ലാഭകരമാകുമോ നഷ്ടകരമാകുമോ, എത്ര കാലം ഇത്തരം നിലപാടിൽ നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. ഏതായാലും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് BJP അവരുടേതായ ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഇതിനെ പറയേണ്ട കാര്യം. തീർച്ചയായും ഈ വർഗീയതയും അതുപോലെ തന്നെ വിഷലിപ്തമായ പ്രചരണങ്ങളും മുസ്ലിം സമുദായത്തിനെതിരെയുള്ള പ്രചരണങ്ങളും അത്തരം കാര്യങ്ങളും നിരന്തരമായ അത്തരം ചർച്ചകളും ആത്യന്തികമായിട്ട് ഗുണം ചെയ്യുക BJPക്ക് തന്നെയാണ്.